ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുമായി ബന്ധപ്പെട്ടൊരു പ്രമേയമൊക്കെ വന്നിട്ടുണ്ട്. 7 പേരിൽ നിന്ന് ഇപ്പോൾ ഒരാൾ കൂടി ഔട്ടായിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ വീക്കാണ്. അതുകൊണ്ട് തന്നെ എവിക്റ്റായി പോയ എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ച് റീ എൻട്രി ആയിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് 7ൻ്റെ പണി വീണ്ടും കൊടുത്തിരിക്കുന്നത്. ഒരു മിഡ് വീക്ക് എവിക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ എല്ലാവരെയും പിടിച്ച് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇത്തവണ ബിഗ് ബോസ് ഒരു ബോംബാണ് കൈ കൊടുത്തേക്കുന്നത്. അത് പൊട്ടിക്കഴിയുമ്പോഴാണ് ആരാണ് എവിക്റ്റ് ആവുന്നത് ആരാണ് സേവ് ആവുന്നത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആ ബോംബെയിൽ നമുക്ക് കാണാൻ സാധിക്കും റെഡ് കളറിലെയും യെല്ലോ കളറിലെയും 2 വയറുകളുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ വരുന്ന പുകയുടെ കളർ അനുസരിച്ചാണ് സേവ് ആണോ എവിക്റ്റ് ആണെന്ന് അറിയാൻ സാധിക്കുന്നത്. പച്ച കളറാണെങ്കിൽ സേവ്ഡ് ആണ്, റെഡ് ആണെങ്കിൽ എവിക്റ്റഡ് ആണ്. അപ്പോൾ ആദിലയ്ക്കാണ് ഇത്തവണ എവിക്ഷൻ, ആദിലയാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത്. ആദില കട്ട് ചെയ്തപ്പോൾ വന്നത് റെഡ് കളർ പുകയാണ്. അതുകൊണ്ട് തന്നെ ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നു. എവിക്റ്റ് ആയതിനു ശേഷം ആദിലയുമായിട്ടൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ തന്നെ ഒരു പ്രൊമോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ കാണാം. ഇനിയും 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക്. ആരാകും ഈ തവണ മലയാളം സീസൺ 7ൻ്റെ വിജയം എന്നറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആദിലയും നൂറയും 2 പേരും തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികൾ തന്നെയാണ്. എന്നിരുന്നാലും ആദില ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്.